കേരള തീരത്തെ ലൈബീരിയൻ കപ്പൽ അപകടം സംബന്ധിച്ച പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നഷ്ടപരിഹാരം തേടി കപ്പൽ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നുൾപ്പെടെ ആവശ്യപ്പെട്ട് ടി.എൻ. പ്രതാപൻ നൽകിയ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്ത വിവരം സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കും. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, പറയൂ. കൃഷ്ണരാജ്, MSC എൽസ കപ്പലിന്റെ അതിന്റെ ജീവനക്കാർക്കെതിരെയും കപ്പൽ ഉടമയ്ക്കെതിരെയും, അതായത് ഷിപ്പിംഗ് കമ്പനിക്കെതിരെയും കേസെടുത്ത കാര്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങളായിരിക്കും സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ അറിയിക്കുക. നേരത്തെ ടി.എൻ. പ്രതാപൻ നൽകിയ ഒരു പൊതുതാൽപര്യ ഹർജിയിൽ ഹൈക്കോടതി കഴിഞ്ഞ തവണ പറഞ്ഞത് അപകടകരമായിട്ടുള്ള വസ്തുക്കളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ആ കാര്യത്തിൽ വിശദാംശങ്ങളടക്കം പൊതുവിടത്തിൽ, അതായത് സൈറ്റിലടക്കം ലഭ്യമാക്കണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതി കർശനമായിട്ട് കഴിഞ്ഞ തവണ നൽകിയത്, ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ നൽകിയത്. അത് മാത്രവുമല്ല, ഈ ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതായത് ഈ കപ്പൽ അപകടത്തിൽ ഏതെങ്കിലും തരത്തിൽ മത്സ്യമേഖലയിലോ അല്ലെങ്കിൽ സമുദ്ര ജൈവിക ഘടനയിലോ മാറ്റം വരുന്നുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ നടപടികളാണ് ഇതുവരെ സർക്കാർ ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചത്, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പൊതുവിടത്തിൽ ലഭ്യമാക്കണം. അതുകൂടാതെ തന്നെ ഇക്കാര്യം രേഖാമൂലം തന്നെ ഹൈക്കോടതി അറിയിക്കണമെന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ തവണ നിർദ്ദേശം നൽകിയത്. ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സർക്കാർ ഈ വിശദാംശങ്ങൾ, കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തതും അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഏതൊക്കെ വിധത്തിൽ നടപടികൾ സ്വീകരിച്ചു, ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും സംസ്ഥാന സർക്കാർ രേഖാമൂലം തന്നെ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുക. ഈ കേസെടുത്തതിൽ വലിയ രീതിയിലുള്ള അലംഭാവം ഉണ്ടായി എന്നുള്ളൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം മെയ് 14-ാം തീയതിയാണ് ഈ സംഭവം, അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം 18 ദിവസങ്ങൾക്ക് ഇപ്പുറം മാത്രമാണ് ഒരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് കേസും മറ്റ് നടപടികളും ഒന്നും വേണ്ട, മറിച്ച് നഷ്ടപരിഹാരം തേടുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാമെന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിലപാട്. പക്ഷെ അത് പിന്നീട് വലിയ രീതിയിൽ വിമർശനത്തിന്, പ്രത്യേകിച്ച് മത്സ്യമേഖലയെ ഒന്നാകെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തിയ ഒരു സാഹചര്യത്തിലാണ് കേസെടുക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും ദുരന്ത നിവാരണ വകുപ്പ് അത് DGPക്ക് ഒരു കത്ത് മുഖേന അറിയിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ കോസ്റ്റൽ പോലീസ് എടുത്തിട്ടുള്ള കേസിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ടുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നാണ് കോസ്റ്റൽ പോലീസ് ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അതിന്റെ ഭാഗമായിട്ട് നിലവിൽ ഈ ജീവനക്കാരെ, കപ്പലിലെ MSC എൽസ 3-യിലെ ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്യും. പരാതിക്കാരന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ ഇനി കൈക്കൊള്ളേണ്ടത് കോസ്റ്റൽ പോലീസ് തന്നെയാണ്. എന്തായാലും ഇക്കാര്യങ്ങളിൽ രേഖാമൂലം തന്നെ സർക്കാർ ഈ ഒരു വിശദാംശങ്ങൾ ഹൈക്കോടതിയെ ഇന്ന് അറിയിക്കും. ഈ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അതായത് നിലവിൽ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ സമുദ്ര ജൈവിക ഘടനയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാലത്തിന്, അതായത് ദീർഘകാലം ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള മേഖലയിലാണ് ഈ കപ്പൽ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ കണ്ടെയ്നറുകൾ ഒരുപക്ഷെ അടിത്തട്ടിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിലെ രാസവസ്തുക്കൾ വീണ്ടും കലരും. അത് പിന്നീട് ഭാവിയിൽ അത് മത്സ്യ മേഖലയെ ഒന്നാകെ ബാധിക്കുമെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകളും ആ കണ്ടെയ്നറുകൾ ഉപേക്ഷിക്കാതെ അത് നീക്കം ചെയ്യാനായിട്ടുള്ള ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം വേണമെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട്, പ്രത്യേകിച്ച് ഈ ഹൈക്കോടതിയിൽ ടി.എൻ. പ്രതാപൻ നൽകിയ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. കോടതിയുടെ നിലപാടിന്റെ ഒപ്പം തന്നെ കോടതി എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് ഇനി മുന്നോട്ട് നീങ്ങേണ്ടി വരും. കൃഷ്ണരാജ്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.